ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ LP-UP എക്സാമിന് വേണ്ടിയിട്ടുള്ള മലയാളം സാഹിത്യ പുരസ്കാരങ്ങളുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ജ്ഞാനപീഠ പുരസ്കാരമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരത്തിലൊന്നാണ് ജ്ഞാനപീഠ പുരസ്കാരം. ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാരം എന്നാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര്. 1961 ജ്ഞാനപീഠ പുരസ്കാരം നൽകി തുടങ്ങിയത്. അപ്പോൾ ജ്ഞാനപീഠ പുരസ്കാരം നൽകി തുടങ്ങിയത് 1961. 11 ലക്ഷം രൂപയും സരസ്വതി ദേവിയുടെ വെങ്കല ശില്പവും പ്രശസ്തി പത്രവുമാണ് അവാർഡായിട്ട് നൽകുന്നത്. അപ്പോൾ ജ്ഞാനപീഠ പുരസ്കാരം ആരംഭിച്ച വർഷം 1961. ഇതിൻ്റെ സമ്മാന തുക എന്ന് പറയുന്നത് 11 ലക്ഷം രൂപയാണ്. ഇനി 2021 ജ്ഞാനപീഠ പുരസ്കാരം നേടിയ വ്യക്തി എന്ന് പറയുന്നത് എഴുത്തുകാരൻ നീൽമണി ഫൂക്കനാണ്. 2021 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് നീൽമണി ഫൂക്കനാണ്. അപ്പോൾ ഇദ്ദേഹം ഏത് ഭാഷയിലുള്ള സാഹിത്യകാരനാണെന്നുള്ളതും കൂടെ ഓർത്തിരിക്കണം. ആസാമീസ് കവിയും പണ്ഡിതനുമായിട്ടുള്ള വ്യക്തിയാണ് നീൽമണി ഫൂക്കൻ. അപ്പോൾ ജ്ഞാനപീഠ പുരസ്കാരം 2021 നേടിയ നീൽമണി ഫൂക്കൻ ആസാമീസ് കവിയും പണ്ഡിതനുമാണ്. ഇനി 2022 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ദാമോദർ മൗസോയാണ്. 2022 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ദാമോദർ മൗസോയാണ്. അദ്ദേഹം കൊങ്ങിണി ഭാഷയിലുള്ള സാഹിത്യകാരനാണ്. ദാമോദർ മൗസോ കൊങ്ങിണി ഭാഷയിലുള്ളതാണ്. ചില സമയത്ത് PSC ഇതുപോലെ ഈ സാഹിത്യകാരന്മാരൊക്കെ ഏത് ഭാഷയിലാണ് അവരുടെ രചന നടത്തിയിരുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതും കൂടെ ഓർത്തിരിക്കുക. ദാമോദർ മൗസോ ഒരു കൊങ്ങിണി സാഹിത്യകാരനാണ്. ഇനി 2023 ജ്ഞാനപീഠ പുരസ്കാരം 2 പേർക്കാണ് കിട്ടിയത്. രാം ഭദ്രാചാര്യ അതുപോലെ തന്നെ ഗുൽസാർ. 2023 ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ 2 പേരാണ്, രാം ഭദ്രാചാര്യ, ഗുൽസാർ. ഇതിൽ രാം ഭദ്രാചാര്യ സംസ്കൃത പണ്ഡിതനും സാഹിത്യകാരനും ഒക്കെയാണ് രാം ഭദ്രാചാര്യ. ഗുൽസാർ ഉറുദു കവി അതുപോലെ സിനിമ ഗാനങ്ങളൊക്കെ എഴുതുന്ന എഴുത്തുകാരനാണ് അദ്ദേഹം. അപ്പോൾ 2023 രാം ഭദ്രാചാര്യയ്ക്കും ഗുൽസാറിനുമാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. 2021 നീൽമണി ഫൂക്കൻ, 2022 ദാമോദർ മൗസോ, 2023 2 പേർക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത്, രാം ഭദ്രാചാര്യ അതുപോലെ ഗുൽസാർ. അടുത്തത് നമ്മൾ ONV സാഹിത്യ പുരസ്കാരമാണ് നോക്കുന്നത്. ONV സാഹിത്യ പുരസ്കാരം നൽകി തുടങ്ങിയത് 2017 മുതലാണ്. ആദ്യത്തെ ONV സാഹിത്യ പുരസ്കാരം കൊടുത്തു തുടങ്ങിയത് 2017. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് ഇതിന് അവാർഡായിട്ട് നൽകുന്നത്. പ്രൈസ് മണി എന്ന് പറയുന്നത് 3 ലക്ഷം രൂപയാണ്. പ്രശസ്തി പത്രവും ശില്പവും നൽകും. 2017 ആരംഭിച്ചത്. അപ്പോൾ ആദ്യത്തെ ONV സാഹിത്യ പുരസ്കാര ജേതാവ് സുഗതകുമാരിയാണ്. ഇത് PSC ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. ONV സാഹിത്യ പുരസ്കാരം ആദ്യമായി നേടിയത് 2017 നേടിയത് സുഗതകുമാരിയാണ്. 2021 വൈരമുത്തുവിനാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. പക്ഷേ ചില ആരോപണങ്ങൾ നിമിത്തം അദ്ദേഹം അത് നിരസിക്കുകയായിരുന്നു. 2022 T പത്മനാഭനാണ് ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2022 T പത്മനാഭൻ. 2023 C രാധാകൃഷ്ണനാണ് ONV പുരസ്കാരം ലഭിച്ചത്. 2023 C രാധാകൃഷ്ണൻ ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2024 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പ്രതിഭ റായ്ക്കാണ്. ഒറിയ ഭാഷയിലെ പ്രശസ്തയായ എഴുത്തുകാരിയാണ് പ്രതിഭ റായ്. അവർക്കാണ് 2024 ONV പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 2011 ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എഴുത്തുകാരി കൂടിയാണ് പ്രതിഭ റായ്. അപ്പോൾ നമ്മൾ ONV സാഹിത്യ പുരസ്കാരമാണ് പറഞ്ഞത്. 2017 മുതലാണ് കൊടുത്തു തുടങ്ങിയത്. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ്. ആദ്യത്തെ വിജയി സുഗതകുമാരിയായിരുന്നു. 2021 പ്രഖ്യാപിച്ചത് വൈരമുത്തുവിനാണ്. 2022 ലഭിച്ചത് T പത്മനാഭൻ. 2023 C രാധാകൃഷ്ണൻ. അപ്പോൾ ഏറ്റവും പുതിയത് 2024 പ്രധാനപ്പെട്ടതാണ് പ്രതിഭ റായി ആണ്. പ്രതിഭ റായി ഒറിയ ഭാഷയിലുള്ള സാഹിത്യകാരിയാണ്, പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്തത് ബഷീർ സാഹിത്യ പുരസ്കാരമാണ്. ബഷീർ സാഹിത്യ പുരസ്കാരം കൊടുത്തു തുടങ്ങിയത് 2008 മുതലാണ്. ബഷീർ സാഹിത്യ പുരസ്കാരം നൽകി തുടങ്ങിയത് 2008. N പ്രഭാകരൻ എന്ന് പറയുന്ന എഴുത്തുകാരനായിരുന്നു ആദ്യത്തെ വിജയ്. ബഷീർ സാഹിത്യ പുരസ്കാരം 2008 മുതൽ കൊടുത്തു തുടങ്ങി. N പ്രഭാകരനായിരുന്നു ആദ്യത്തെ വിജയ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് മണി എന്ന് പറയുന്നത് 50,000 രൂപയും പ്രശസ്തി പത്രവും CN കരുണാകരൻ നിർമ്മിച്ച ഫലകവുമാണ് സമ്മാനമായിട്ട് നൽകുന്നത്. അപ്പോൾ 50,000 രൂപയാണ് പ്രൈസ് മണി. 2008 തുടങ്ങിയത്. N പ്രഭാകരനായിരുന്നു ആദ്യത്തെ വിജയ്. ഇനി 2021 ബഷീർ പുരസ്കാരം ലഭിച്ചത് K സച്ചിദാനന്ദനാണ്. അദ്ദേഹത്തിൻ്റെ കൃതി ദുഃഖം എന്ന വീട്. 2021 ബഷീർ പുരസ്കാരം ലഭിച്ചത് K സച്ചിദാനന്ദനായിരുന്നു. കൃതിയുടെ പേര് ദുഃഖം എന്ന വീട്. ഇനി 2022 ബഷീർ പുരസ്കാരം ലഭിച്ചത് M മുകുന്ദനാണ്. ഇത് PSC ചോദിച്ചിട്ടുള്ളതാണ്.
കൃതി നൃത്തം ചെയ്യുന്ന കുടകൾ. 2022 ബഷീർ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദനാണ്. കൃതി നൃത്തം ചെയ്യുന്ന കുടകൾ. 2023 ബഷീർ പുരസ്കാരം ലഭിച്ചത് ഇ സന്തോഷ് കുമാറിനാണ്. 2023 ബഷീർ പുരസ്കാരം ലഭിച്ചത് ഇ സന്തോഷ് കുമാറിനാണ്. അദ്ദേഹത്തിൻ്റെ കൃതി നാരകങ്ങളുടെ ഉപമ. നാരകങ്ങളുടെ ഉപമ. അപ്പോൾ ബഷീർ സാഹിത്യ പുരസ്കാരം 2021 ലഭിച്ചത് കെ സച്ചിദാനന്ദൻ. ദുഃഖം എന്ന വീടായിരുന്നു കൃതി. 2022 എം മുകുന്ദനാണ്. നൃത്തം ചെയ്യുന്ന കുടകൾ. ഏറ്റവും പുതിയത് 2023 ഇ സന്തോഷ് കുമാറിനാണ് ലഭിച്ചത്. കൃതിയുടെ പേര് നാരകങ്ങളുടെ ഉപമ. അടുത്തത് കടമ്മനിട്ട പുരസ്കാരമാണ്. കടമ്മനിട്ട പുരസ്കാരം നൽകി തുടങ്ങിയത് 2015 മുതലാണ്. കടമ്മനിട്ട പുരസ്കാരം നൽകി തുടങ്ങിയത് 2015 മുതലാണ്. ആദ്യത്തെ വിജയി ONV കുറുപ്പായിരുന്നു. അപ്പോൾ കടമ്മനിട്ട സാഹിത്യ പുരസ്കാരം 2015 മുതലാണ് നൽകി തുടങ്ങിയത്. ആദ്യത്തെ വിജയി ONV കുറുപ്പായിരുന്നു. 55,555 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് മണി, അതുപോലെ പ്രശസ്തി പത്രവും. ഇതിൻ്റെ 2020 വിജയി എന്ന് പറയുന്നത് KG ശങ്കരപ്പിള്ളയാണ്. 2020 വിജയി KG ശങ്കരപ്പിള്ളയാണ്. 2023 പിന്നീട് അവാർഡ് കൊടുത്തത് പ്രഭാവർമ്മയ്ക്കാണ് ലഭിച്ചത്. 2023 പ്രഭാവർമ്മയ്ക്കായിരുന്നു. 2024 ഏറ്റവും പുതിയ കടമ്മനിട്ട പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദിനാണ്. അപ്പോൾ കടമ്മനിട്ട പുരസ്കാരത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. 2015 കടമ്മനിട്ട പുരസ്കാരം നൽകി തുടങ്ങിയത്. ആദ്യ കടമ്മനിട്ട പുരസ്കാര ജേതാവ് ONV കുറുപ്പായിരുന്നു. പിന്നെ 2020 KG ശങ്കരപ്പിള്ളയ്ക്കാണ് കടമ്മനിട്ട പുരസ്കാരം ലഭിച്ചത്. പിന്നീട് കൊടുത്തത് 2023 അത് പ്രഭാവർമ്മയ്ക്കായിരുന്നു. 2023 കടമ്മനിട്ട പുരസ്കാരം പ്രഭാവർമ്മയ്ക്കായിരുന്നു. 2024 റഫീഖ് അഹമ്മദിനാണ് 2024 കടമ്മനിട്ട പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അവാർഡുകൾ. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.